ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? അപ്പോൾ ഇന്നലല്ലേ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ടീന് കേട്ടോ. പക്ഷേ ഞാൻ ഡിലീറ്റ് ആക്കി. അതായത് ചില ആൾക്കാരെ കമൻറ്റ് മനസ്സിക്ക് വെറുതെ ഒന്ന് കൊണ്ടു. അപ്പോൾ ഞാൻ വേണ്ടായതിയാണ് അങ്ങനെ ഡിലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിനേ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാതെ ലോങ് വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ലോങ് വീഡിയോ ചെയ്ത കഥ എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ എടുത്തതും ഇന്നെടുത്തതും 2 ദിവസത്തെ വ്ളോഗാണ്. പക്ഷെ കുറഞ്ഞ മിനിറ്റ് ഉള്ളൂ. കാരണം ഞാനെടുത്ത വ്ളോഗുകൾ പിന്നെ മുഴുവനായില്ല എന്നുള്ളതാണ് കേട്ടോ. ഇടാനൊക്കെ പൂതിയായിങ്ങാണ്ട് രാവിലെ മുതൽ ചിലപ്പോൾ എടുക്കലൊക്കെ തുടങ്ങും. പക്ഷേ രാവിലത്തെ ആ ഒരു ഇത് കഴിഞ്ഞോടുകൂടി അതിൻ്റെ ആ റങ്കും കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ക്ഷീണവും കുഴക്കും അങ്ങനെ കടന്നുറങ്ങും അല്ലെങ്കിൽ എടുക്കലും പോകും. അങ്ങനെയൊക്കെ വെയിറ്റ് പിന്നെ അതങ്ങോട്ട് മുഴുവനാക്കാൻ കൂടൂല എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ അപ്പല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ അപ്പം എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ നിൽക്കണ്ട. ഇന്ന് പുട്ടാണ് കേട്ടോ ഞാൻ ചുടുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇത് സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയതാണ് കേട്ടോ. മോൾട്ടിൻ്റെ സ്കൂളിൽ നിന്ന് ഇന്നലെ ഒരു വീഡിയോ സ്റ്റാറ്റസ് ഇടാണ്ടായിരുന്നു. ആ സ്റ്റാറ്റസ് ഇട്ടിട്ട് കൂടുതൽ വ്യൂ ഉള്ള ആൾക്ക് കിട്ടിയതാണ് കേട്ടോ. ഫസ്റ്റത്തെ ആൾക്ക് ജഗ്ഗാട്ടോ കിട്ടിയത്, സെക്കൻഡ് എന്നിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 6 ഗ്ലാസ് ആട്ടോ കിട്ടിയത്. കപ്പ് ചായ കുടിക്കാൻ പറ്റിയ നല്ല കപ്പുകൾ കേട്ടോ. നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ കപ്പുകളൊക്കെ ഉണ്ടായിനി, പക്ഷെ അതൊക്കെ പൊട്ടിത്തമർന്ന് കഴിഞ്ഞ് പോയിക്കണ് കേട്ടോ. അതുകൊണ്ട് ഏതായാലും ഇത് കിട്ടി, ഞാൻ അടുത്ത് കിട്ടിയിക്കണ്. ഇങ്ങനത്തെ ഗ്ലാസും പാത്രങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ആരെങ്കിലും വിരുന്നൊക്കെ വരുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ, ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ വെക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. സ്റ്റോർ റൂമും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ല സോക്കേസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. അത് അടുക്കളത്തെ സോക്കേസിൽ ഇൻ്റെ കുപ്പികൾ തന്നെ ആകെ നിറഞ്ഞിക്കും. അത് വെക്കാൻ തന്നെ അതിൽ സ്ഥലമില്ല പറഞ്ഞ മാതിരിയാണ്. പിന്നെ അല്ല ഡിന്നർ സെറ്റ് ഇനി നമുക്ക് അടുക്കളയൊക്കെ പുറത്തേക്ക് ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ് ഒക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പുട്ടായി ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. ഇപ്പുറത്തുനിന്ന് കുത്തിയാൽ അപ്പുറത്തുനിന്ന് പോരുന്നറിയില്ല അങ്ങോട്ട് എത്തിക്കണം കേട്ടോ. അപ്പം ഇനി ബാക്കിയും ഉണ്ടാക്കുക. പക്ഷേ കറിയൊന്നുമില്ല കേട്ടോ ഒന്ന് പുട്ടിക്ക്. അപ്പം നമുക്ക് മോൾട്ടിനെ മദ്രസക്കാക്കി കൊടുക്കുക. മോൾട്ടിക്ക് ഇന്ന് കളറിങ് മത്സരം ഉണ്ട് കേട്ടോ. നബിദിന പരിപാടി കളറിങ് മത്സരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് എന്തൊരു കളറ് വാങ്ങിക്കണ് കളറായിട്ടൊക്കെ പോകുകയാണ് കേട്ടോ. പിന്നെ ഇനി ജിനു പോയിട്ടില്ല കേട്ടോ. ജിനുവിന് പനിയാണ്. പനിയും ഛർദിയും തലവേദനയൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലേ പനിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ഇനി ഓളെ ആക്കി കൊടുക്കട്ടെ. പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒക്കെ പാട്ട് പഠിച്ചലും ദുഫ് പഠിച്ചലും ഒക്കെയാണ് ഇപ്പോൾ. അങ്ങനെ ഏതായാലും ഓളെ ആക്കി കൊടുക്കാൻ അങ്ങനെ പോകുകയാണ് കേട്ടോ. മഴയൊന്നുമില്ല, നല്ല വൃത്തിയില്ല തെളിഞ്ഞൊരു ദിവസമാണ് കേട്ടോ അന്ന്. എന്താ പറയുക, അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക നല്ലൊരു രസമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യട്ടോ. അത് ഇന്നലെ ഇളയച്ചം പിടിച്ചു കൊടുന്നതിന് കേട്ടോ. നമ്മളെ എന്താ പറയുക പുഴ മീനാണ് കേട്ടോ, സിലോഫ് മീൻ. പിന്നെ അത് വെക്കട്ടെ എഴുതിയാണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ അത് വെച്ചില്ല കേട്ടോ. പിന്നെ അക്കീങ്ക പുറത്തുനിന്ന് വേറെ മീൻ കൊടുന്നിട്ട് അതാട്ടോ വെച്ചത്. അക്കീങ്ക കുമ്പിലേക്കൊക്കെ വേണ്ടായിരുന്നപ്പോൾ പിന്നെ ചെറുകതിയാട് അതിൽ പിന്നെ അത് വെച്ചില്ല കേട്ടോ. അത് പിന്നെ ഞാൻ അയൽവാസിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വെള്ളരിക്കയാണ് കേട്ടോ കറി വെക്കണത്. അപ്പോൾ എന്താ പറയുക വെള്ളരിക്ക നമുക്ക് ആദ്യം ഞാൻ കരുതി വെള്ളരിക്ക മാത്രം വെക്കുക. അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങ ഇല്ല തേങ്ങ ഞാൻ പുട്ടിക്ക് ചിരണ്ടി എടുത്തിനു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സാമ്പാർ പോലെ വെക്കാമെന്ന് കരുതി. നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ചിലപ്പോൾ അധികം ഉണ്ടായാലൊന്നും ഇല്ല കേട്ടോ. എല്ലാ കഷ്ണങ്ങൾ വെച്ചിട്ടൊരു സാമ്പാർ. അപ്പോൾ കുറച്ച് പരിപ്പാടെ തീമച്ചിക്കണ്. പരിപ്പ് വന്നിട്ട് നമുക്ക് ഇനിക്ക് തക്കാളി ഉള്ളിയും കിഴങ്ങും വെള്ളരിക്കും ഇത്രയാണ് ഇപ്പോൾ അമ്മടത്തിലെ കഷ്ണങ്ങൾ. അപ്പോൾ അതിട്ടിട്ട് അങ്ങോട്ട് ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ ഒന്ന് നുറുക്കി എടുക്കട്ടെ. പിന്നെ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനും ഉണ്ട് കേട്ടോ പണികളൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ സാമ്പാർ എന്താ പറയുക കഷ്ണങ്ങളില്ലാത്ത സാമ്പാർ ഇവിടെ റെഡി ആക്കേണ്ട. കഷ്ണങ്ങളില്ലാന്നല്ല, എല്ലാ കഷ്ണങ്ങളൊക്കെ വെച്ച് നമ്മളങ്ങനെ ഉണ്ടാക്കി. ഞാനത് കുക്കറിൽ നിന്ന് വേറെ പാത്രത്തേക്ക് ഒഴിച്ചതാണ് കേട്ടോ. നമുക്ക് കുക്കറൊക്കെ മോറിയേക്കാലോ വെച്ചിട്ട് ഞാൻ ഈ ഇറച്ചി മസാലയും സാമ്പാർ പൊടി അച്ചാറും പൊടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടോ കുപ്പിയിൽ വെക്കൽ. ഓരോന്ന് സെപ്പറേറ്റ് കുപ്പിക്ക് പൊട്ടിച്ചിടലൊന്നുമില്ല. പിന്നെ അത് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ ഏത് കുപ്പിയിലാണ് വെച്ചേക്കണെന്നുള്ളത്. പിന്നെ അത് ഇറച്ചി മസാലയാണോ എന്താന്ന് ഇങ്ങനെ മണത്ത് നോക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെക്കലാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഒലിവിയും കടുകും ജീരകമൊക്കെയാണ്. പക്ഷേ ജീരകം കഴിഞ്ഞിക്കണം കേട്ടോ, ഒലിവിയും കഴിഞ്ഞിക്കണമെന്നുണ്ട്. ഒലിവിയും എന്താ പറയുക കടുകും ഒക്കെ തന്നെ ഉള്ളു, ചെറിയ ജീരകം ഉള്ളു. ഇനി ബാക്കിയൊക്കെ നമ്മൾ പിന്നെ അതിക്ക് വാങ്ങിയിട്ട് കൊടുന്ന് ഇടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ എന്താ പറയുക ഒന്നിച്ചെടുത്താൽ നമുക്ക് ഒക്കെ ഒപ്പം യൂസ് ചെയ്യാലോ വെച്ചിട്ടാണ്. അപ്പോൾ അക്കിക്ക് മീൻ കൊടുന്നിക്കണേ. അപ്പോൾ അതിനെ മീൻ നന്നാക്കാനും ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് 2 പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത് മീൻ നന്നാക്കിയാണ് കൊടുന്നിക്കുന്നത്. അൽഹംദുലില്ലാ സന്തോഷം എന്ന് പറഞ്ഞില്ലേ. എന്താ പറയുക മീൻ നന്നാക്കാൻ ഇരുന്നാൽ ഊരെടുത്തായിട്ട് വെക്കൂല കേട്ടോ. അങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഗതിയാടാ. നന്നാക്കണീനല്ല, പക്ഷേ ഊരങ്ങോട്ട് കടഞ്ഞ് മുറിഞ്ഞൊരു വാത്താവും. മത്തിയൊക്കെയാണി പറയണ്ട, അതിലേക്കാണ് പിന്നെ വേഗം ഉണ്ടല്ലോ.
അങ്ങനെ അപ്പം ഞാൻ മീൻ കീസൊക്കെ അതേമാതിരി കേകിയാണ്ട് അവിടെ കൊണ്ടുപോയി കൊളത്തിയേക്കൂട്ടോ പുറത്ത് നിന്നിട്ട് പിന്നെ അത് ഒരു കീസ് കണ്ടിടും. എന്നാൽ തന്നെ അയിമ സ്മെല്ലുണ്ടാവുമല്ലോ, പൂച്ചാൾ കടിച്ചുകൊണ്ടുപോകും. അതാണ് ഗതിയേട്. അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പ് കണ്ടാൽ മതി. മീനിൻ്റെ ഇറച്ചിൻ്റെ ഒക്കെയാണ് പോയി കിട്ടീനി. അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയിൽ മോൾട്ടിയൊക്കെ മദ്രസ ഇട്ടൊന്ന് ചായയൊക്കെ കുടിച്ച് കയ്യേക്കണ രംഗട്ട കണ്ടത്. അപ്പം നീ ഇന്ന് നന്നാക്കണ്ടല്ലോ, ഒന്ന് കേക്ക് എടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മളൊന്ന് കളയണം. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരുവിധം പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടിയാലോ. ഇനി ഇവിടെ നിന്നുകാണ്ടില്ല ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പൊരിച്ചാനും കുറച്ച് പിന്നെ കറി വെക്കാനും ആണ് കേട്ടോ. അപ്പോൾ പൊരിച്ചാലേക്കും ഇതിക്കൊക്കെ നമുക്ക് മസാല തേച്ച് വെക്കാം. പിന്നെ ഞാനിപ്പോൾ കറി വെക്കണില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളെ മറ്റേ കറി ഉണ്ടല്ലോ, സാമ്പാർ. അപ്പോൾ പിന്നെ ഇനി വെറുതെ ഇതും കൂടി വെക്കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ. രണ്ടും കൂടി ഒപ്പം കഴിച്ചിട്ടുണ്ടല്ലോ, ഒരു ഈസത്തിന് കിട്ടിയ അതായല്ലോ വെച്ചിട്ടേ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒക്കെ പാടെ രണ്ടും പാടെ വെച്ചിട്ട് അല്ലെങ്കിൽ അത് കളി അല്ലെങ്കിൽ ഇത് കളി, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ മീനിക്ക് എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി ചെറികളൊന്നും അരച്ച് ചേർക്കണില്ല കേട്ടോ. വെറും ഉപ്പും മുളകും മഞ്ഞളും ഇത്തിരി സുർക്കനീരും ഒറ്റിച്ചിങ്ങാണ്ടില്ല ഒരു മസാലയാണ് ഉണ്ടാക്കി വെക്കണത്. മടി കൊണ്ടാണ്, വേറൊന്നുമില്ല. പിന്നെ കരണ്ട് പോയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അമ്മിമ്മൊക്കെ പോയി അരക്കണം. പിന്നെ ജീരകവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീരകത്തിൻ്റെ ചുവയ്ക്കണം അങ്ങനെയൊക്കെ അരക്കുമ്പോൾ ഇഷ്ടം കേട്ടോ. അപ്പം പിന്നെ ഞാൻ കരുതി തൽക്കാലം ഇങ്ങനെ കെട്ടേന്ന്. പിന്നെ കറിക്കുള്ള മീനിക്ക് മസാല തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചോളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേച്ച് വെക്കുകയാണ്. പിന്നെ നമ്മളിന്ന് ഇത് ഉണ്ടാക്കൂല്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ ഇനി ഇതൊക്കെ ഒന്ന് മസാല വെച്ച് വെക്കണം കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് അകൊക്കെ തുടച്ച് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുളിച്ചും വരാമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇന്നിട്ടൊക്കെ അപ്പോൾ പൊരിച്ചാലും മതിയല്ലോ. അത് പിന്നെ നമ്മളെ മേത്ത് കാണുന്ന പരിപാടികളൊന്നും അല്ലല്ലോ. പിന്നെ മത്തി അല്ലാത്തതുകൊണ്ട് സ്മെല്ല് നല്ല കുറവേക്കാരം. മത്തിയാണെങ്കിൽ പിന്നെ ഭയങ്കര സ്മെല്ലാണ്, കയ്യുമേതിമൊക്കെ ആയാലൊക്കെ. അപ്പം ഇനി ഏതായാലും അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ഇനി ആകൊക്കെ തുടച്ച് ഇതാക്കി വരാം. പിന്നെ നമുക്കിന്ന് പോകും വേണ്ടേ. അപ്പോൾ ഇതിന് പണിയൊക്കെ ഒരുക്കി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ പിന്നെ അക്കിങ്ങൾക്ക് വരിയില്ലെങ്കിൽ നമുക്ക് വലിയ വിഷയമല്ല. അതുകൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒപ്പിച്ചു. എന്ന് പിന്നെ മൂപ്പരുണ്ടാവുമ്പോഴേ അക്കിങ്ങൾക്ക് മോൾട്ടിയും കൂടി അടുക്കുക സിറ്റൗട്ടിൻ്റെ അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ സിമെൻറ്റും ഇതൊക്കെ ഇട്ടാണ്ട്. അപ്പോൾ ഇത് ഞാൻ നാളേക്ക് ദോശക്ക് അരി ഇട്ടതാട്ടോ. അരിയുണ്ട്, പിന്നെ ചെറുപയറും ഉഴുന്നും വെറുതെ ഒരു തോന്നൽ കേട്ടോ. കുറച്ച് ചെറുപയർ ഇടാം. ഒയിന്ന് വളരെ കുറവാണ്, കുറച്ചുള്ളൂ. അപ്പോൾ ചെറുപയർ ഇട്ടാലും ശരിയാകുമോ എന്നൊരു തോന്നലിൽ കുറച്ച് അങ്ങനെ ഇട്ടാണ്ട് അതവിടെ വെച്ചിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മീനൊക്കെ പൊരിച്ചു. പിന്നെ ചോറൊക്കെ തിന്നിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. മീൻ വൈകുന്നേരത്തിനല്ലേ അവിടെ മാറ്റി വെച്ചിക്കണം കേട്ടോ. ഇതിലുണ്ടാവും, ഈ രണ്ടെണ്ണം എടുത്താലും എന്താ പറയുക, ഈ രണ്ടെണ്ണം എടുക്കാനാണ് ഇപ്പോൾ പൊരിച്ചത് കേട്ടോ. പക്ഷേ ജീനൊന്നും തിന്നില്ല കേട്ടോ. ഓക്ക് പനിയാണ്, ഒന്നാമൊരു സുഖമല്ല ഓക്ക്. അപ്പോൾ ഏതായാലും ഞങ്ങൾ മാറ്റി. ഞാനും മോൾട്ടിയും ചീനും ആട്ടോ. അക്കീങ്കാട് പോരെന്ന് വെച്ചപ്പോൾ അക്കീങ്ക ഞാനില്ല, ആകെ ഒരു ഞായറാഴ്ച വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പരില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാറ്റിങ്ങാണ്ട് പോന്നു. നമ്മളെ എന്താ പറയുക, പാണ്ടിക്കാട് നിന്ന് കരുവാരൻ റൂട്ടുമൊക്കെ പോകുമ്പോൾ കക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഫോർ യു ഫാമിലി വെയർ പറഞ്ഞിട്ട്, അത് ഇവിടെ അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടും. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് മാത്രമല്ല ഓഫീസിക്കും അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ടീഷർട്ട്, പാൻറ്റ്, ഇങ്ങനെ കളിക്കൊക്കെ ചെക്കന്മാരൊക്കെ ഇടില്ല. ചെക്കന്മാരുടെ ഡ്രസ്സൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഡ്രസ്സുകളും പിന്നെ അതുപോലെ ടീഷർട്ട് കാര്യങ്ങൾ. പിന്നെ മാക്സൊക്കെ 150 റുപ്യ മുതലുണ്ട് കേട്ടോ. പിന്നെ ടോപ്പൊക്കെ പറഞ്ഞാൽ 3 500 റുപ്യ ഉള്ളൂ വരുന്നത്. അപ്പം നമുക്കറിയാം അടിക്കൂലി തന്നെ ഇല്ലല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ. പിന്നെ പാൻറ്റ് അതുപോലെ 3 250. കാരണം ഒരു പാൻറ്റിന് 100 ആണെങ്കിൽ തന്നെ 300 ആണല്ലോ. പക്ഷെ ഇവിടെ 3 250 ആ ഒരു രീതിയിലാണ്. പിന്നെ ആൺകുട്ടികളെ ചെറിയ കുഞ്ഞു കുട്ടികളെ ഷർട്ടിനൊക്കെ 170 ആ ഒരു അതിലൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുഴപ്പറമ്പ് കേട്ടോ പോരുന്നത്. അപ്പോൾ ആരെങ്കിലും ഓണത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്താ പറയുക കരുതിയിരിക്കണമെങ്കിൽ നമ്മളെ കക്കുളം ഈ ഒരു കടയിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ. കുടിയിൽ വന്നപ്പോൾ ഉമ്മ നല്ല സോഫ്റ്റ് കലത്തപ്പം ചുട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ല കട്ടൻ ചായ അടിച്ച്. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ബാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ പെരിയിലൊക്കെ വന്ന് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ. കുടിയിൽ നിന്ന് തേങ്ങാച്ചോറും കോഴിയൊക്കെ തിന്നിട്ട് പോകുന്നത്. പിന്നെ അങ്ങനെ വന്നുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങി. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തുണികളോ ഒതുക്കാനും നിസ്കരിച്ചാൻ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി നേരമ്പളത്ത് നീച്ചിട്ട് ഇന്ന് പിന്നെ നമ്മളെ ദോശയും ഇന്നലെ വെച്ച മീനുണ്ടല്ലോ അത് എടുത്താണ് മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ. അതിൻ്റെ ഇടയിൽ മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഗ്യാസ് തീർന്നു പോയിട്ടോ. കഴിഞ്ഞ ജൂണിൽ 23 ആട്ടെ ഞാൻ നിറച്ചത്. കുറേ ആൾക്കാരിനോട് എത്ര ദിവസം നിൽക്കും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ എണ്ണി നോക്കിയും. കഴിഞ്ഞ ജൂണിൽ 23 നിറച്ചതാണ്. ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റ് 15 16 അല്ലേ
16 വരെയാണ് നമ്മൾ എടുത്തത്. 17-ാം തീയതി കുറച്ചുള്ളൂ എടുത്തപ്പത്തിന് അത് കഴിഞ്ഞിട്ട് അത്രയും നമുക്ക് നിന്നത്. ഏകദേശം 1.5 മാസം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ 45 ദിവസമല്ലേ, ഒരു 50 ദിവസമൊക്കെ കിട്ടിയേക്കും. അങ്ങനെയാണ് നമുക്ക് അധികം കിട്ടുക കേട്ടോ. അങ്ങനെയാണ് പിന്നെ മീൻകറി അടുപ്പത്ത് വെച്ച് വേവിച്ച്. പിന്നെ ഇനി നമ്മളിവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇനി ജിനുവിനൊന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോകണ്ടൊക്കെ പനിച്ചുണ്ട്. എന്നിട്ടാണ് പിന്നെ തറവാട്ടിക്ക് പോകാൻ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഒരു സൽക്കാരം. അപ്പം അതിന് പോയി. പിന്നെ ഞാൻ ചെന്നപ്പോൾ ചോറൊക്കെ അവിടെ വാങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ കാറ്ററിങ് ആയതുകൊണ്ട് അങ്ങനെ ഒരു സുഖം ഉണ്ടല്ലോ അല്ലേ. പിന്നെ കോഴി പൊരിച്ചാനും ഫ്ലവർ പൊരിച്ചാനും ഒക്കെ ഉള്ളതിനും അത് മറ്റേ എന്താ പറയുക ഓലക്കടിച്ചാലും തറക്കലും മോറലൊക്കെ ആയപ്പോൾ അതെടുക്കുക. വേറെ പണികളൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ മോൾട്ടി ഇതിൻ്റെ ഇടയിൽ മദ്രസക്ക് പോകാൻ അപ്പവും ദോശക്കേറ്റ് വന്നിക്കണത്. ഓൾ കരിഞ്ഞ ദോശയേറ്റ വന്നിക്കണത്. ലാസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയിന് കേട്ടോ. ഞാൻ ഇവിടെ തിജ്ജെത്തിച്ചാൻ പോന്നപ്പോൾ അതേറ്റാണ് ഓള് പോയി നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഓക്ക് നല്ല ദോശയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് മീൻകറിയും കൊടുക്കാൻ കേട്ടോ. അങ്ങോട്ട് ചായ അടിച്ചിട്ട് വേണം ഓളെ മദ്രസ കൊണ്ടേക്കാനൊക്കെ. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യേണ്ടിട്ടോ, അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ടിയും പിന്നെ കമൻറ്റ് ചെയ്യേണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കക്കോളത്ത് ഫോർ യു ഫാമിലി ഷോപ്പിലൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതിലേക്ക് ഒന്ന് കയറി കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ തറവാട്ടിലെത്തിയിട്ടോ. അപ്പം ഇനി ഞാൻ അധികം വീഡിയോസൊന്നും ഇവിടുന്ന് എടുക്കണില്ല. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചിട്ടോ. അതാണ് നമ്മളിവിടുത്തെ പണി. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ പൊരിച്ചാണ്, പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവർ പൊരിച്ചാണ്ട് അതും പൊരിച്ചാൽ അത്ര ഉള്ള പണി. അപ്പോൾ ഏതായാലും അത്രയൊക്കെയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ പുതിയ നമ്മളെ വ്ളോഗൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.